ഹേ ആൾ, അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രാവലിന് വേണ്ടി ഗെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മളൊന്ന് കോയമ്പത്തൂർ വരെ പോവാണ്. ദ റീസൺ ഈസ് നമ്മുടെ വെഡിങ് സാരി പർച്ചേസിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സോ വെൽക്കം ബാക്ക്. പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് കേട്ടോ സാരി എടുക്കാൻ പോകുന്നത്. മാർച്ചിലാണ് വെഡ്ഡിങ് എങ്കിൽ കൂടിയും മാർച്ച് ആദ്യം എന്തോ മലയാളം മാസം വേറെ എന്തോ മാസം ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതാ മാസം എന്നുള്ളത്. അപ്പം നല്ല കാര്യങ്ങൾ സാരി ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെബ്രുവരിയിലാണ് പോകുന്നത്. സോ അന്ന് മെയിനായിട്ട് എനിക്ക് വെഡ്ഡിങ്ങിനുള്ള 3 സാരീസ്, പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവർക്കും അന്ന് എടുക്കാം എന്നുള്ള തോട്ടാണ്. ഫാമിലി ഇൻ ദ സെൻസ് എനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ എനിക്ക് ദക്ഷിണ വെക്കാനുള്ള ഗുരുക്കന്മാർക്കുള്ളതും അതുപോലെ കാരണവന്മാർക്കുള്ളതും. വേറെ നമ്മൾ ഫാമിലി ആർക്കും അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ മേമയുടെ ഫാമിലിക്ക് വേണ്ടി എടുക്കാനായിട്ടും കൂടിയാണ് മേമ വന്നത്. പിന്നെ ചേട്ടൻ്റെ ഫാമിലി അമ്മച്ചേച്ചിക്കും അമ്മയ്ക്കും മാത്രമാണ് അന്ന് സാരി എടുത്തത്. അമ്മച്ചേച്ചിക്ക് എന്താ വെച്ചാൽ ഡ്യൂട്ടി ഇനി ഫുൾഫിൽഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇനി ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അമ്മച്ചേച്ചിക്ക് സാരി എടുത്തു. പിന്നെ വേറെ ആർക്കും എടുത്തില്ല. പിന്നെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വേറൊരു ദിവസം കോയമ്പത്തൂർ പോയാണ് കേട്ടോ സാരീസ് എടുത്തത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കരുതിയിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അഗെയിൻ നമ്മൾ വീണ്ടും പാക്കപ്പ് ആയിട്ട് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. അങ്ങനെ പാലക്കാടൊക്കെ എത്തിയപ്പോൾ നമ്മൾ വാഷ്റൂം പോകാനായിട്ടൊരു പെട്രോൾ പമ്പിൽ നിർത്തി കേട്ടോ. സോ അതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു വീടിൻ്റെ മതിൽ പോലെ കേട്ടോ, നമ്മുടെ തറവാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പം നമ്മൾ സാരീസ് നോക്കാനായിട്ട് ആദ്യം പോത്തീസിലേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് അത്യാവശ്യം കളക്ഷൻസ് നോക്കി ഇഷ്ടപ്പെട്ടതെടുത്ത് എന്നിട്ട് പിന്നെ ശ്രീദേവിയിലേക്കും കൂടി പോയിരുന്നു കേട്ടോ. കൊറേ കളക്ഷൻ ഉണ്ട് ഗായ്സ് അല്ലേ. അതന്നെ അതിൻ്റെ ഉള്ളിൽ പോയി
അപ്പോൾ നമ്മൾ ആദ്യം ട്രയൽ ചെയ്ത് നോക്കിയ മജന്ത ആൻഡ് യെല്ലോ സാരി കൺഫേംഡ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് അല്ലേ. എനിക്കിത് കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഫസ്റ്റ് സാരി. അപ്പോൾ അത് കൺഫേം ചെയ്തു. പിന്നെ നമ്മൾ ഈ സാരി നോക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സാരി ചേട്ടൻ്റെ അവിടെ നിന്ന് പുടവ തരുമല്ലോ. അപ്പോൾ ആ പുടവ തരുന്നത് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഈ സാരി നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൺഫേം ചെയ്തില്ല. നമുക്ക് ബാക്കി സാരീസ് നോക്കാം, എന്നിട്ട് നമുക്ക് ഇൻ കേസ് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ശ്രീദേവിയിൽ നിന്ന് എടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ മജന്ത ആൻഡ് യെല്ലോ സാരി നമ്മൾ കൺഫേം ചെയ്ത് ബില്ല് ചെയ്യാനായിട്ട് റെഡിയായി. അപ്പോൾ നമുക്ക് ആ സാരിക്ക് എനിക്ക് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4800 ആയിരുന്നു, ക്ലോസ് ടു 5000. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിലുണ്ടായിരുന്നു എനിക്ക് വെഡ്ഡിങ് സാരി മാക്സിമം 5000 ഞാൻ വെഡ്ഡിങ് സാരിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് എൻ്റെ ബഡ്ജറ്റിൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു. അതെനിക്ക് കോയമ്പത്തൂർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ പോയപ്പോൾ നമുക്ക് അവിടെ ഓരോ മെറ്റീരിയലിലുള്ള സാരീസും കാണാമായിരുന്നു കേട്ടോ. അതായത് ഹൈ റേഞ്ച് തൊട്ടിട്ട് ഈ ഒരു 5000 റേഞ്ചിൽ വരെ നല്ല എന്താ പറയുക നല്ല സിൽക്സിലുള്ള സാരീസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം 5000 ഏതൊക്കെ ടൈപ്പ് ഓഫ് സാരി കിട്ടും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് 10,000 ക്ലോസ് ടു 10,000 ആയിരുന്നു കേട്ടോ ഈ സാരിയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കിയതാണോ ഒന്ന്, പക്ഷേ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു 10,000 ഉണ്ട് എന്നുള്ളൊരു ഫീല് തോന്നിയില്ല കേട്ടോ. പിന്നെ അവിടെ കോയമ്പത്തൂർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരുടെ ടൈപ്പ് ഓഫ് സാരീസും ഉണ്ട്. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ അധികം നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് സാരീസും ഉണ്ട്. നമ്മൾ കുറച്ചൊന്ന് നോക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ തന്നെ സെക്കൻഡ് സാരി ഓർ തേർഡ് സാരി കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോയെന്ന് നോക്കിയിട്ടോ. അതായത് നമ്മുടെ ടേസ്റ്റിന് പറ്റിയ സാരീസ് ഉണ്ടോയെന്നൊക്കെ നോക്കി സിൽക്ക് സാരീസിൽ. പക്ഷേ അവിടെ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിൽ അഗെയിൻ ഈ വെഡ്ഡിങ് റിലേറ്റഡ് സാരീസ് ഉണ്ട്, അപ്പോൾ അവിടെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എടുത്ത ഈ സാരി ബില്ല് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ബില്ല് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് സാരി എല്ലാം വാങ്ങി സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ സാരി നോക്കാനായിട്ട് നെക്സ്റ്റ് സാരി നോക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ പോണ വഴി സെയിം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമ്മൾ ഒരു സെറ്റ് ഓഫ് സാരീസ് കണ്ടു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ എനിക്ക് അമ്മയ്ക്കത് നന്നായിട്ട് ചേരും എന്ന് ഫീൽ ചെയ്തു. ഒരു ലൈറ്റ് കളറാണ് ആക്ച്വലി അത്, പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കും അമ്മയ്ക്കും. പിന്നെ ആ സമയത്ത് നമ്മുടെ കൂടെ ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മയ്ക്കത് വെച്ച് നോക്കിയപ്പോഴും നമുക്ക് നല്ല ആപ്റ്റായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ആ സാരി. അങ്ങനെ നമ്മൾ ആ സാരി കൂടി എടുത്തിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനായിട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ സാരീസൊക്കെ നോക്കിയപ്പോൾ, അതായത് ബ്രൈഡൽ സാരീസൊക്കെ നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് എനിക്കിഷ്ടപ്പെട്ട സാരീസൊക്കെ ഉപ്പട സിൽക്സ് ആ റിലേറ്റഡ് സാരിയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് ഒരു 40,000 to 80,000 ആ ഒരു റേഞ്ചൊക്കെയാണ് വന്നത്. അപ്പോൾ അത്രയും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയില്ല. ഇനി ശ്രീദേവിയിൽ നിന്ന് നോക്കാം, ശ്രീദേവിയിൽ പറ്റിയില്ലെങ്കിൽ RMKVയിലും കൂടി നോക്കാം എന്നുള്ളൊരു തോട്ടായിരുന്നു. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ അമ്മു ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കല്. പക്ഷെ മൂപ്പർക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ബ്രൈഡൽ സാരീസ് നോക്കാൻ വേണ്ടിയാണ് മുകളിൽ പോയത്. പക്ഷെ അവിടെ ആ ബ്രൈഡൽ സാരീസും അതുപോലെ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലീസിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് അങ്ങനെ ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരീസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അത് നോക്കാമെന്ന് വിചാരിച്ചു.
ആക്ച്വലി ഇവിടുന്ന് നമ്മൾ ഓണപ്പട കൊടുക്കുന്നത്, അതായത് ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓണപ്പട കൊടുക്കുന്നതും അവിടുന്ന് നമുക്ക് ഓണപ്പട കൊടുക്കുന്നതും അന്ന് എടുക്കണമായിരുന്നു. പിന്നെ മേമയ്ക്ക് കുറച്ച് സാരീസ് എടുക്കണമായിരുന്നു. പിന്നെ എനിക്കും ദക്ഷിണ വയ്ക്കാനുള്ള സാരീസ് എടുക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ചധികം സാരീസൊക്കെ നോക്കി ലാസ്റ്റ് ഒരു വിധം സെലക്ഷനിൽ നമ്മൾ എത്തിയിട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എൻ്റെ വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും, കുഞ്ഞു, നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വ്ളോഗിലുള്ള കുഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞുവിന് വേണ്ടി കോസ്റ്റ്യൂമിനുള്ള സാരി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. ഞാനത് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോയും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്തപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. പിന്നെ സെക്കൻഡ് ഫ്ലോർ എത്തിയപ്പോഴേക്കും നമ്മൾ 2 ഫാമിലീസും രണ്ടായിട്ട് നിന്നിട്ട് തന്നെയാണ് കേട്ടോ സാരീസ് നോക്കിയിരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് എടുത്തിട്ട് അവസാനമാണ് എല്ലാം കൂടി ഫൈനലൈസ് ചെയ്ത് എല്ലാവരും കൂടിയിട്ട്. പക്ഷേ അതുവരെയും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ എടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗം സാരീസ് എടുക്കാനായിട്ട് പറ്റി കേട്ടോ. കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും കൂടി എടുത്ത സാരീസ്. പിന്നെ ഓരോരുത്തരുടെ ആയിട്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. ഡിവൈഡ് ചെയ്ത് വെച്ചു. നമുക്ക് ബില്ലിങ്ങിന് ഈസി ആവുമല്ലോ എന്നുള്ളതുകൊണ്ട്. ബിക്കോസ് നമുക്കിത് തിരിച്ചു കൊണ്ടുപോകണമല്ലോ. പിന്നെ വീട്ടിലെത്തി സെപ്പറേറ്റ് ചെയ്യാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 3 ബാഗ്സിലാണ് ആക്കിയത് നമ്മൾ. സന്തോഷമായോ? എന്താ പറയാനുള്ളത്? അത് മാത്രമേ വിഷ്ണുടത്തുള്ളൂ. ഇനി എനിക്ക് സാരി കിട്ടിയിട്ടില്ല കേട്ടാ. മാം എന്താ പറയാനുള്ളത്? അടിപൊളി. മാമേ പെട്ടിയോ പൊന്തിച്ച് കാണിക്ക് പെട്ടി. ബില്ലിങ്ങിൻ്റെ സമയത്ത് അവർ നമുക്ക് ഓരോ സാരീസും ഓരോ ബോക്സ് തുറന്ന് നമുക്ക് കാണിച്ചു തരും കേട്ടോ. കാണിച്ചു തന്നിട്ടേ പിന്നെ അവരത് പാക്ക് ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും ബാഗ് എല്ലാവരും കൈക്കലാക്കി നമ്മൾ മെല്ലെ പോത്തീസിന് ഇറങ്ങാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാരീസ് നോക്കാനായിട്ട് ശ്രീദേവിയിൽ പോകണം. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അതിനൊരു സമയം അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിലി ശ്രീദേവിയിൽ പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നോക്കാമല്ലോ, കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഇനി ലഞ്ച് കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. പാർക്കിങ്ങിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ കിളി പോയിരുന്നു. ബിക്കോസ് നമ്മൾ വന്നപ്പോൾ ആകെ ഒരു ക്ലോസ് ടു 10 വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ആ ഭാഗത്ത് നിങ്ങൾ ഇറങ്ങണ പോർഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാൻ ടാസ്ക് ആയിരുന്നു. പിന്നെ വണ്ടിയുടെ ഓപ്പോസിറ്റ് മുമ്പിൽ കാറുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം അത് വണ്ടി ഉള്ളിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ കുറച്ച് പാടായിരുന്നു. ബിക്കോസ് ഇവരുടെ ഓണേഴ്സിൻ്റെ കീ കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് നേരം വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒരു വിധത്തിൽ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ദിണ്ടിഗൽ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച്. കോയമ്പത്തൂർ എത്തിയപ്പോൾ ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കാമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കിട്ടുന്ന ഒരുവിധം നല്ല റെസ്റ്റോറൻറ്റ്സ്, പേരൊക്കെ കണ്ട റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഫുഡ് വാസ് നൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ അത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ശ്രീദേവിയിലേക്ക് പോവാണ്. ശ്രീദേവിയിൽ ചെന്നിട്ട് നമ്മുടെ ഒരു അക്കയുണ്ട് കേട്ടോ അവിടെ. ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ലാസ്റ്റ് ഇയർ പോയിരുന്നു എന്നുള്ളത്. അപ്പം അവിടെ നമുക്കൊരു അക്കേനെ, നല്ല കമ്പനി ആയിട്ടുള്ളൊരു അക്കേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രിയാക്ക. സോ പ്രിയാക്കേനെ ഞാൻ വിളിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ അക്ക പറഞ്ഞു കുറച്ച് നേരം താഴെ വെയിറ്റ് ചെയ്യോ, ഞാൻ അപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ശ്രീദേവിയിൽ കയറി കുറച്ച് നേരം താഴെ വെയിറ്റ് ചെയ്തപ്പോഴേക്കും അക്ക എത്തിയപ്പോൾ പിന്നെ നമുക്കെല്ലാം ടപ്പേന്ന് കാര്യങ്ങൾ കഴിയുമായിരുന്നു. ബിക്കോസ് നമ്മുടെ കൂടെ നിൽക്കുക അക്ക. കൂടെ നിന്ന് എത്ര നമുക്ക് എന്താ പറയുക സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടെ നിന്ന് തന്നെ എടുത്തു തരും കേട്ടോ. അപ്പം അക്കേനെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രിയാക്ക. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ ശ്രീദേവിയിലത്തെ സാരി സെലക്ഷൻ കാണാം കേട്ടോ. ഫോൺ തരട്ടെ ഞാൻ. റെഡും ഗ്രീനും അതും
അതല്ല അതല്ല ആ റെഡും അതിന്റെ താഴത്തെ അപ്പുറത്തെ പീക്കോ. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഈ ടൈപ്പ് ഓഫ് സാരീസിൻ്റെ കുറച്ച് കളക്ഷൻസേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാരീസൊക്കെ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തേർഡ് സാരിയാണ് കേട്ടോ എടുക്കുന്നത്. അതായത് തേർഡ് സാരി എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പിറ്റേന്നല്ലേ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉടുക്കാനുള്ള സാരിയാണ്. അന്ന് ഉടുക്കാനുള്ളതല്ല, അന്നത്തെ സെക്കൻഡ് സാരി അത് നമ്മൾ നോക്കിയിട്ടില്ല. ഇപ്പോൾ തേർഡ് സാരിയാണ് നോക്കണത്. സോ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഒന്നാമത് നമ്മൾ അത്യാവശ്യം സാരികൾ നോക്കി ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടണില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ ആകെ ടെൻസ്ഡായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ദെൻ ഇനി നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് അമ്മുച്ചേച്ചിയുടെ അടുത്ത് നോക്കിയോളാൻ പറഞ്ഞിട്ട് തന്നെ. അമ്മുച്ചേച്ചിക്ക് കല്യാണത്തിൻ്റെ സാരി എടുത്തിരുന്നില്ല, അപ്പോൾ അത് നോക്കുകയാണ് ഇപ്പം. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വെച്ച് നോക്കിയപ്പോൾ തന്നെ. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി അകത്ത് അത്യാവശ്യം സാരീസ് ഉണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്തു. അവിടെയാ അവിടെ എത്രയാ? ഒരു സെറ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ. അല്ല അപ്പോഴും തോന്നി എവിടുന്ന് കോപ്പടിയുണ്ടായിരുന്നു. എനിക്ക് ആ ട്രോളൊന്നും എൻജോയ് ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബിക്കോസ് നമുക്ക് ഈ കൺഫേം ആവാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. എനിക്ക് ഒരു സാരിയും കൂടി വേണം, സെക്കൻഡ് സാരിയും കൂടി വേണം, നല്ലൊരു സാരി ആയിട്ട് തന്നെ വേണം അത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ പിന്നെ നമ്മൾ ഇവിടുന്ന് സാരി സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് നമുക്ക് സെക്കൻഡ് സാരിയും കിട്ടി കേട്ടോ. അങ്ങനെ ഈ ഒരു ഫൈനൽ ഡിസ്കഷനിലാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ തേർഡ് സാരി ആയിട്ട് ഈ സാരി കൺഫേം ചെയ്യാൻ കേട്ടോ. ഒരുപാട് നോക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ കിട്ടിയത്. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ആ സാരിയുടെ മുകളിൽ ഫ്ലവേഴ്സ്, വലിയ ഫ്ലവേഴ്സ് അധികം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഞാനത് 1 ലെയറാണ് ഇട്ടത്, സെക്കൻഡ് ഡേ പോകുമ്പോഴാണ് ഇടുന്നത്. അപ്പം അധികം എന്താ പറയുക പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ ബ്ലൗസ് ഞാൻ സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് പ്ലെയിനിലാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ തേർഡ് സാരി കൺഫേം ചെയ്തു. ഇനി നമുക്ക് കൺഫേം ചെയ്യാനുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സാരി. അത് ഈ ഒരു ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു സൈഡിലെത്തിയപ്പം സോഫ്റ്റ് സിൽക്ക് സാരീസ് കണ്ടു. അതിൽ നല്ല കളക്ഷൻ ഫീൽ ചെയ്തു കേട്ടോ, നല്ല രസമുണ്ട് അതിൽ. അപ്പോൾ അതിന്ന് നമുക്ക് നോക്കി വേറൊരു ആൾക്കാർ എടുക്കുന്നത് കണ്ടതാണിത്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അവർ ഓൾറെഡി എടുത്തിരുന്നു. പിന്നെ അവർ നമുക്ക് കാണിച്ചു തന്നതായിരുന്നു ഇതെനിക്കും ഭയങ്കര മറ്റതിനേക്കാളും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്തു കേട്ടോ. എനിക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ
അപ്പോൾ നമുക്ക് ഈ സാരിക്ക് വന്ന റേറ്റ്, ഇത് സെക്കൻഡ് സാരി ആയിരുന്നു, ഇതിന് വന്ന റേറ്റ് ക്ലോസ് ടു 8,000 ആണ് കേട്ടോ. ക്ലോസ് ടു അല്ല, 8,000 ആയിരുന്നു എന്ന് തോന്നുന്നു. 10-നുള്ളിലാണ് സോഫ്റ്റ് സിൽക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ തേർഡ് സാരി ഞാൻ എടുത്തില്ലേ, അതിന് 3,500 ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീദേവിയിലത്തെ ബില്ലിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ കേട്ടോ. നമ്മുടെ കൂടെ ഇപ്പോഴും അക്ക ഉണ്ട്. അക്ക ഞങ്ങൾ വരുന്നത് വരെ ഇറങ്ങുന്നത് വരെ ഉണ്ടായിരുന്നു. ഷീ ഈസ് വെരി സ്വീറ്റ് പേഴ്സൺ. ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ, സുഖമല്ലേ, ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ, ഇനി എന്നാ വരണേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ എല്ലാവരും അവശരായി ഇറങ്ങി. ഓരോരുത്തരുടെ മുഖം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ നമ്മളൊരു 5 മണിയോടുകൂടി ശ്രീദേവിയിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാരീസും കിട്ടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ RMKവിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രീദേവിയിൽ നിന്ന് നമ്മൾ പാക്കപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. നമ്മളൊരു 7:30 ഇവിടെ തിച്ചൂർ വീട്ടിലെത്തി. ആൻഡ് ഇവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് ഒരു 1 hour കൂടി എക്സ്ട്രാ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു 8:30 കേട്ടോ എത്തിയത്. ബട്ട് സ്റ്റിൽ ഒരു ദിവസം ഒരു ഹോൾ ഡേ എടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി. വീട്ടിലെത്തിയപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ അത്. എല്ലാവരും ക്ഷീണിതരായി കിടക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് ആ വാങ്ങിയ സാധനങ്ങളൊക്കെ നോക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.